ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. 3 വർഷമായി താമിർ ജിഫ്രിയുടെ കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പോലീസ് സ്റ്റേഷന് പുറത്തെ CCTV ദൃശ്യങ്ങൾ കുടുംബത്തിന് ലഭിച്ചത്. പോലീസ് തയ്യാറാക്കിയ മഹസറും FIR-ഉമെല്ലാം വ്യാജമാണെന്ന് തെളിയിക്കുന്നതാണ് CCTV ദൃശ്യങ്ങൾ. സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ താമിറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസുകാർ താങ്ങിയെടുത്ത് കൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങൾ. ജീപ്പിൽ കയറ്റിയിട്ടും 5 മിനിറ്റ് കൂടി കഴിഞ്ഞ ശേഷമാണ് താമിറുമായി ആശുപത്രിയിലേക്ക് ജീപ്പ് പുറപ്പെട്ടതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. മനഃപൂർവ്വം താമിറിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പോലീസുകാർ ആശുപത്രിയിൽ എത്തിക്കുന്നത് വൈകിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പുലർച്ചെ 1:43 താമിറിനെ സ്റ്റേഷനിലെത്തിക്കുന്നത്. ഈ സമയത്തും താമിർ അവശനായിരുന്നെങ്കിലും നടന്നാണ് താമിർ സ്റ്റേഷനിലേക്ക് കയറുന്നത്. വൈകിട്ട് 5 മണിയോടെ തന്നെ താമിറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. 8 മണിക്കൂറോളം പോലീസ് ക്വാർട്ടേഴ്സിലെത്തിച്ച് മർദ്ദിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ശേഷമാണ് പോലീസിന് കൈമാറിയത്. കുഴഞ്ഞു വീണ താമിറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് ജീപ്പിൽ കയറ്റുന്നത് പുലർച്ചെ 4:18 പക്ഷേ ജീപ്പ് സ്റ്റേഷൻ വിട്ടത് 4:23. ഗുരുതരാവസ്ഥയിലായിരുന്ന താമിറിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ ഈ 5 മിനിറ്റ് വൈകിയത് നിർണായകമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതോടെ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം വീണ്ടും നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന CBI ആണ് താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രിക്ക് ദൃശ്യം നൽകിയത്. മുൻപ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചോ ഇപ്പോൾ അന്വേഷിക്കുന്ന CBIയോ ഈ ദൃശ്യങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പുതിയതായി പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ കേസ് അന്വേഷണത്തിൽ നിർണായകമാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946 999976.